ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീടും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി തരാനാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എന്തായാലും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാഡീസ് വേ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരൂ കേട്ടോ എല്ലാവരും. കോമ്പിനേഷനിൽ ചെയ്തതാണ് കേട്ടോ. എൻ്റെ റൂം റെഡും ബ്ലാക്കും ആണ്. പിന്നെ ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ വലിയ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നും റൂമിലില്ല. വളരെ സിമ്പിളായിട്ടുള്ള റൂമുകളാണ്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. ഇവിടെ അനിയൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പരിപാടി ഇവിടെ ഇരുന്ന് പ്രൊജക്ടറിൽ ഇരുന്ന് സിനിമ കാണാന്നുള്ളതാണ്. അപ്പം അതിൻ്റെ വിഷ്വൽ ഇവിടുത്തെ ഞങ്ങളുടെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊജക്ടർ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഏത് സിനിമ ഇടും നോക്കാം, ഏതാ ഉള്ളതെന്നുള്ളത് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം കണ്ടോ? ഇത് സാധാരണ ഞെടിക്കിഴങ്ങ് മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇത് രണ്ടും ഇവിടെ മണ്ണിങ്ങനെ കൊണ്ട് ഇവിടെ കയറ്റി കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിവിടെ വെച്ചിരിക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് കൂടുതൽ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് കൃഷി. അപ്പം അതുകൊണ്ട് ഉള്ള സ്ഥലങ്ങളിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. കണ്ടോ കയ്പ്പയ്ക്ക, നല്ല സുന്ദരി കയ്പ്പയ്ക്ക കണ്ടോ? പിന്നെ വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെന്താ ഫേവറേറ്റ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ.
അച്ഛൻ ഒരു 10-25 വർഷം സൗദിയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം കൃഷി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് എന്തോ ഒരു പേര് പറഞ്ഞു മറന്നു, ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. ഇതിപ്പോ പൊട്ടിക്കാരായി ഇറക്കുന്നതായണ്ട, ഇത്ര മണ്ണിലായിട്ട് കിടക്കുന്നു. ചെടി കണ്ട ഇത്രയേ ഉള്ളൂ, പേരറിയില്ലല്ലേ, പേര് ഓർമ്മയില്ല. പിന്നെ അതിമേല് നിറയെ കായുണ്ട്. അത് നാരങ്ങയാണ്, ഈ നമ്മള് വെള്ളം കലക്കുന്ന സാധാ നാരങ്ങയല്ല, ഓറഞ്ചിന്റെ മാതിരിയുള്ളൊരു വലുത് വലുത് അല്ല, വലിപ്പത്ര തന്നെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇത് പഞ്ചസാര ഇട്ടിട്ട് കണ്ടോ, വെള്ളം കലക്കി കുടിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര പുളിയാ ഇത്, പുളി പഞ്ചസാര ഇട്ടിട്ട്. ഞാൻ ഓറഞ്ചാക്കിട്ട് വാങ്ങിയതാ. ഒരു ഓറഞ്ചാ പറഞ്ഞിട്ട് ചൈനീസ് ഓറഞ്ചാണ്, വെള്ളം കിടക്കാൻ സപ്പോർട്ടുണ്ടോ, പൂവായി ചെറുതേ ഈ ചട്ടിയില്. അതില് ഇത് കപ്പയാണ്. അതെ വാഴ, വാഴ നേന്ത്രം, മുരിങ്ങുണ്ടല്ലോ. അത് കാലിന് വേണ്ടിട്ടേ, അതായത് അവിടെ ചെറിയ പന്തൽ. ഇത് കണ്ട അമരേ, വേണ്ട ഇത് അമരക്ക ഉണ്ടാവണുണ്ടല്ലോ നമ്മളെ, അത് പന്തലിക്കും. അതിങ്ങനെ അതിന് കൊടുത്തൊരു പന്തലാ പോലെ അതുണ്ടാവാൻ വേണ്ടിട്ട്. ഫ്രിഡ്ജിലാണ് പരിപാടികൾ. ഫ്രിഡ്ജ് ഇത് ഓവറായിട്ട് വളരില്ല, നന്നായിട്ട്. ഇല്ല, ഓവറായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഓരോ വീട്ടില് 10 വർഷമൊക്കെ ആയതുണ്ടേ. 10 വർഷമൊക്കെ ആയിട്ട് ഇത് അത്ര പോകുന്ന തടി ഇങ്ങനെ ഫ്രിഡ്ജിലല്ല അവര് മറ്റേ നമ്മളെ വെള്ളം നിറയ്ക്കുന്ന ഇതുണ്ടല്ലോ, അങ്ങനത്തെ ടാങ്കില്. അത് നല്ലോണം നല്ല സ്ട്രോങ് ആയ സാധനം. അപ്പൊ അതില് നിൽക്കും. അതില് 10 വർഷമൊക്കെ ആയിട്ടുള്ള മരം എത്ര വണ്ണമുള്ളത്. ഒരു വീടിന്റെ മുകളിൽ 40 മാവ് അവര് ഇതിലിട്ട് കാണിക്കുന്നു. ഇപ്പോഴും മാങ്ങണ്ടാവുന്നത് അങ്ങനെ ഏത് കാലത്തും മാത്രം നിർത്തി. ഇല്ല, അധികം മാറില്ല. ഇതില് വേര് ഒട്ട് തൈ തന്നെ, നീലൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ എന്താ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അതാ വന്ന ഒരു തൈയുണ്ട്, അത് വന്ന് പൂത്തു, പക്ഷെ കൊഴിഞ്ഞു പോയി. അതാ മൂലയില് ചട്ടിയിലേ. ശരിക്കും പച്ചപ്പായി. വേറെ അടിയില് സ്ഥലമില്ലാത്തോണ്ടേ അതൊരു നോക്കട്ടും. 3 വർഷമായി കഴിക്കും അതില്ലേ. ഇതിപ്പോ കഴിക്കും, അത് കൊല്ലം ഉണ്ടാവും ആയി വരും. കൗതുകം കാണാൻ. പൂവ ഇത് കണ്ടോ, ഇതെന്താ? ഇത് കൂവക്കിഴങ്ങ് നമ്മളെ അരോറ പൗഡർ, മറ്റേ കൂവ, പിന്നെ ഇതിനൊക്കെ പായസം വെക്കല്ലോ നമ്മള്, കൂവപ്പൊടി. അതിന്റെ ഇവിടെ ഇത് മണ്ണ് വാർത്തിട്ടത്. അത് ഞാൻ മണ്ണ് അടിയിൽ ഷീറ്റിട്ടിട്ട് പിന്നെ അതില് മണ്ണിട്ട്. ഇത് മറ്റേ ഇവിടെ ചക്കരവള്ളി കിഴങ്ങാണ് വെച്ചത്. ഇതിലെ ചക്കരവള്ളി കിഴങ്ങ്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതല്ലേ, പറമ്പില്. എനിക്ക് സാധാരണ വറക്കാനൊക്കെ പച്ചക്ക് വറക്കണ ഉണ്ടമുളക്. ഉണ്ടമുളകല്ല, നല്ല ടേസ്റ്റുള്ള ഈ മുളക് അങ്ങനെ കിട്ടില്ല ഇവിടെ. ഇവിടെയൊക്കെയാണ് അത് കിട്ടും. ഇവിടെ അങ്ങനത്തെ ഉണ്ടാവുമെന്ന് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോവാ. മാർക്കറ്റ് നാടൻ മുളക് ഇത് അധികം പച്ചക്ക് വർക്ക് ചെയ്യും. ഈ മുളക് പച്ച അങ്ങനെ ഉപ്പിട്ട് കേട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാ അതിന്. എൻ്റെ ഒരു നല്ല കായ മാറി ഇപ്പോ ഇതാ സാധനം എന്നുള്ളതാ. അതൊക്കെ പറിച്ചു കളഞ്ഞ് പിന്നെ രണ്ടാമത് വെച്ചതാ. ഇതുണ്ട ഇവിടുന്ന് തൊട്ടിട്ടേ കായ ഉണ്ടാവും. ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിലൊക്കെ ഉണ്ടാവും. 10, 11 ഇങ്ങനെ ഇതിൽ ഫുള്ളായിട്ട് ഇത് വരെ ഉണ്ടാവും.
കായ അപ്പോൾ ഒരു 10-20 കായ ഒരു രണ്ടൊന്ന് കിട്ടും. വിത്ത് മൂത്ത് നിർത്തിയോ ഓരോ കപ്പിലും കായ ഉണ്ടാവും തുടങ്ങി വെച്ചാലേ. എത്ര ദിവസം കൊണ്ട് ഉണ്ടാവും അത്? ഒരു 1.5 മാസം കൊണ്ട്. 1.5 മാസം? ഒരു മാസം കഴിഞ്ഞ് കായ്ക്കും. പ്രത്യേകിച്ച് വളരുണ്ടോ? പ്രത്യേകിച്ചല്ലേ വളപ്പൊടി. അതെ, ഞാൻ മറ്റുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ വളപ്പൊടി പിന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടാ നല്ലതാ. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇടുക. സുഖമായിട്ട് ഇതുണ്ടോ. ഒരു 10 മുള ഉണ്ടെങ്കിൽ നമുക്ക് ദിവസം 10 വെച്ചിട്ട് ഇന്ന് നടത്താം, പിന്നെ മറ്റന്നാൾ നടക്കാം. നാളെ ഒരു ഇടവിട്ടിട്ട്. അപ്പോൾ എൻ്റെ വീടും വീട്ടിലെ കർഷക ശ്രീയെയും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. സത്യത്തിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇത് ഷൂട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും അല്ല. പ്രസീം നമ്മുടെ ക്യാമറ, അവൻ സംശയങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി കൊടുക്കുന്നു. കുറച്ചൊക്കെ കൃഷിക്കാര്യങ്ങളൊക്കെ ചില ടിപ്പുകളൊക്കെ വേണമെങ്കിൽ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലത്തുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് എല്ലാവരും കാണിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.